ധൃതി പിടിച്ച് സദ്യ ഉണ്ടാക്കിയപ്പോഴൊക്കെ ഏതൊക്കെ കറി നമ്മൾ വേണ്ടാന്ന് വെക്കാം എന്ന് വിചാരിച്ചാലും ഈ ഒരു ഐറ്റം ഉണ്ടല്ലോ സാമ്പാർ, ഇത് വെച്ചേ മതിയാവും. കാരണം ഇതില്ലാതെ ഒരു സദ്യ ആവുന്നില്ല. അപ്പം നമുക്ക് ഇന്ന് മെയിനായിട്ടുള്ള സാമ്പാറിൻ്റെ തന്നെ റെസിപ്പി നോക്കാം അല്ലേ. അപ്പോൾ ഞാൻ അതിലേക്ക് വേണ്ടിയുള്ള കഷ്ണങ്ങളൊക്കെ ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. വെള്ളരിക്ക, ക്യാരറ്റ്, മത്തങ്ങ, ചേന, അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും എടുത്തിട്ടുണ്ട്. ഇത്രയും കഷ്ണങ്ങൾ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും കഷ്ണങ്ങളൊന്നും ഇല്ല, ക്യാരറ്റ്, വെള്ളരിക്ക, ഉരുളൻ മാത്രം ഉള്ളെങ്കിൽ പോലും ഒരു സാമ്പാർ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. എനിക്ക് കൂടുതൽ കഷ്ണങ്ങൾ ഇടുന്നേക്കാളും കുറച്ച് കഷ്ണങ്ങൾ മാത്രം ഉണ്ടെങ്കിൽ ടേസ്റ്റ് കൂടുതലായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതാ കഷ്ണങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ അത് അതിലേക്ക് കുറച്ച് പരിപ്പ് കുതിർത്തതാണ്, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കഷ്ണം കായം, അത് നിർബന്ധമാണ് കേട്ടോ. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് വെള്ളം, കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വേവിക്കാൻ വെച്ച കൂട്ടത്തിൽ ഉൾപ്പെടുത്താത്ത കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ വേറെ എണ്ണയിലിട്ട് വാട്ടിയെടുത്തിട്ടാണ് ഉണ്ടാക്കണേ. അപ്പോൾ അതാ എണ്ണ ഒഴിച്ച് അതിലേക്ക് സവോള, ഒരു ചെറിയ സവോളയാണ്, അതുപോലെ തന്നെ ഒരു 5 വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ ഒന്ന് വാടി വരുന്ന സമയത്ത് ഒരു 2 തക്കാളിയാണ് കേട്ടോ, അതും ഇട്ട് നല്ലപോലെ ഒന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് പൊടികളായിട്ടുള്ള മല്ലിപ്പൊടി, മുളക് പൊടി ഒരു 2 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കി സാമ്പാർ പൊടിയാണ് കേട്ടോ, അതും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ സാമ്പാറിന് കറക്റ്റ് സാമ്പാറിൻ്റേതായ കളർ തന്നെ കിട്ടണമെങ്കിൽ നിങ്ങൾ ഒരുപാട് ആ പൊടി മൂപ്പിക്കരുത് കേട്ടോ. ഒരു പകുതി മൂത്താൽ മതിയാവും. ആ സമയത്ത് നമ്മൾ കഷ്ണങ്ങളൊക്കെ ഇട്ട് ആവശ്യത്തിന് വെള്ളം കൂടി, ചൂടുവെള്ളമാണ് കേട്ടോ, അതും കൂടി ഒഴിച്ച് കറക്റ്റ് പാകത്തിന് നമുക്ക് നീട്ടിയെടുത്തിട്ടുണ്ട്. ശേഷം അത് നമുക്ക് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഒന്ന് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് തിളപ്പിച്ചെടുക്കാം. ഞാൻ എന്താ കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് ആവശ്യത്തിന് പുളിവെള്ളം കൂടി, ഒരു ചെറിയ വാളംപുളി കുതിർത്തതാണ് കേട്ടോ, അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ശർക്കരയും കൂടി. അപ്പം നമ്മുടെ പൊടി ശരിക്കും മൂത്ത് പോയി കഴിഞ്ഞാൽ സാമ്പാറിൻ്റെ കളറ് മാറിപ്പോവും. അപ്പോൾ ഈ ഒരു കളറിൽ കിട്ടണമെങ്കിൽ ഒരു പകുതി മൂപ്പാകുമ്പോൾ തന്നെ നമ്മൾ ഈ കഷ്ണം ഇട്ട് കൊടുക്കുക. ശേഷം നല്ലപോലെ തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ആ പൊടിയൊക്കെ വെന്ത് കിട്ടും കേട്ടോ. പിന്നെ കടുക് താളിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ സാമ്പാറിൽ ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി ലാസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇഷ്ടമുള്ളവർ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. വീണ്ടും കാണാം. ബായ്.